ചേട്ടാ, അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇവിടെ അറസ്റ്റിലാവുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. പരിചയമുള്ള ആളായിരുന്നു. ഇവിടെ നമുക്കത് വിശ്വസിക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. കാരണം അങ്ങനെ ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. പുള്ളിയുടെ ഇപ്പം നമ്മൾ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഇതായിപ്പോയി. നമ്മളിങ്ങനെ അയാളെ പറ്റി ഇങ്ങനെ വിചാരിക്കാറില്ലല്ലോ. ഇവിടെ എല്ലാവരും സൗമ്യനാണ്. ഞങ്ങളിവിടുത്തെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന കക്ഷിയാണ്. താൽക്കാലിക ഒരു ജീവനക്കാരൻ, സ്ഥിരം ജീവനക്കാരനല്ല, തെങ്ങേറ്റക്കാരനാണ്. നമ്മുടെ കൂട്ടുകൂലികളായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹവും ഉണ്ടായിട്ടില്ല. ആൾ പഞ്ചപാവ ഇത് പുള്ളി അവിടെ വല്ല കൊലപാതകം ചെയ്ത് വന്ന പ്രതിയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ അറിയപ്പെടുന്നത് രാജൻ എന്നാണ്. പേപ്പറിലൊക്കെ വന്നപ്പോൾ മോഹനപിള്ള എന്നായിപ്പോയി. നമുക്കറിയാൻ പറ്റാത്തത്. നമ്മുടെയൊക്കെയൊന്നും ഒരു മോശമായിട്ടൊന്നും ഇവിടെ പെരുമാറിയിട്ട് നല്ല രീതിയിലുള്ള അല്ലാതെ ഇവിടെ നമുക്കാർക്കും ഒരു പ്രശ്നമോ അല്ല നാട്ടുകാരുമായിട്ടോ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ടൊന്നും അറിയാൻ പാടില്ല. പിന്നെ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ വീട്ടിൽ ചിലപ്പം ചെന്ന് മദ്യപിച്ച് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്ന്, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് നാട്ടുകാർക്കെല്ലാം സുപരിചിതനായ രാജൻ ചേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ അമ്പരപ്പായിരുന്നു. പിന്നീട് ആ രാജൻ ചേട്ടൻ്റെ യഥാർത്ഥ നാമം മോഹൻപിള്ളയാണെന്ന് അറിഞ്ഞപ്പോൾ ആ അമ്പരപ്പ് ഞെട്ടലിലേക്ക് വഴിമാറി. 39 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഏകദേശം 1989 സ്വന്തം സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തി കൊല്ലം പൂയപ്പള്ളിയിൽ നിന്നും രക്ഷപ്പെട്ട് കോട്ടയം കല്ലറയിൽ വന്ന് ഒളിവ് താമസം നടത്തിയ കൊലക്കേസിലെ പ്രതിയായിരുന്നു രാജൻ ചേട്ടൻ എന്ന മോഹൻ ചേട്ടൻ എന്നറിഞ്ഞപ്പോൾ നാട്ടുകാർ ഞെട്ടിത്തെറിച്ചു. ഒരു കൊലക്കേസിലെ പ്രതിയായിട്ട് കൂടി രാജൻ ചേട്ടനെ കുറിച്ച് നാട്ടുകാർക്ക് ഒന്നേ പറയാനുള്ളൂ, ആളൊരു പാവമാണ്. എടാ, അപ്പം രാജൻ ചേട്ടനെ അറസ്റ്റ് ചെയ്ത് അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സംഭവമായിരുന്നു? അല്ല, ഞങ്ങൾ നേരത്തെ തൊട്ട് കൊച്ചിയിലോട്ട് അറിയാവുന്നൊരു കക്ഷിയാണ് രാജൻ ചേട്ടനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളെ പിന്നെ അച്ഛൻ്റെ കൂട്ടത്തിൽ വിടാനും ഇതിനെല്ലാത്തിനും വരുമായിരുന്നു. ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു പുള്ളി. ഇവിടെ ഉണ്ടായിരുന്നു. ഷാപ്പിലും എല്ലാത്തിനും ഒരു ഹെൽപ്പറായിട്ട് രാവിലെ ഞങ്ങളിവിടുത്തെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന കക്ഷിയാണ്. താൽക്കാലിക ഒരു ജീവനക്കാരൻ, സ്ഥിരം ജീവനക്കാരനല്ല, തെങ്ങേറ്റക്കാരനാണ്. നമ്മുടെ കൂട്ടുകൂലികളായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചില്ലല്ലേ അങ്ങനെ ഇങ്ങനെ രാജൻ എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് കൊച്ചിലോട്ട്, അല്ലാണ്ട് വേറൊരു ഇതുമില്ല. പുള്ളിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? പിന്നെ മോഹനപിള്ള എന്നായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിൽ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ നമുക്കൊരു പിടിയില്ലായിരുന്നു. എന്നുവെച്ചാൽ അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തു പോയായിരിക്കാം എന്നാണ് നമുക്കും തോന്നുന്നത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ദ്രോഹവും ഉണ്ടായിട്ടില്ല. നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായിട്ട് നമുക്കൊരു ദ്രോഹം ചെയ്യാത്തൊരു ആളെക്കുറിച്ച് നമുക്കൊരു ഇതും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പുള്ളി അപ്പം തെങ്ങേറ്റക്കാരൻ കള്ള് ചെത്തലൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, കളിയെത്തലൊന്നുമില്ല. തെങ്ങ് 2-3 തെങ്ങ് കയറും, പിന്നെ ഷാപ്പിലൊന്ന് ഹെൽപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. വളരെ സമാധാനപരമായിട്ട് ജീവിച്ചു. പിന്നെ കുടുംബത്ത് ഇച്ചിരി ഉണ്ടാകും, നമ്മൾ തിരക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളോട്ടൊന്നും ഒരു കുഴപ്പമില്ല. രാവിലെ വരുമ്പോഴേ എല്ലാവർക്കും ഒരു മുട്ടായൊക്കെ കൊണ്ട് തരും, നല്ല സ്നേഹമായിട്ട്. 2-3 തെങ്ങ് കയറും, ഇവിടെ ഈ ഷാപ്പിൽ എന്തെങ്കിലും സഹായിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വലിയ പണിക്കൊന്നും പുള്ളി പോയില്ല. ആള് വെറുതെ ശാന്തനായൊരു മനുഷ്യനായിരുന്നു. പക്ഷേ നമുക്കതേപ്പറ്റി കൂടുതലൊന്നും പറയാനായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ വർഷങ്ങളായിട്ട് നമുക്ക് അറിയാം ഈ കക്ഷീനെ. അത്രേ ഉള്ളൂ. ഒരു 30-35 വർഷമായിട്ട് അറിയാമല്ലേ? എനിക്കിപ്പം 44 വയസ്സുണ്ട്. അപ്പം ഏറെക്കുറെ എൻ്റെ കൊച്ചിയിലെ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് കക്ഷിനെ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളീനെ ഒരു പിന്നെ 35 വർഷം തൊട്ട് എനിക്ക് അറിയാവുന്നൊരു കക്ഷിയാണ്. ആ കക്ഷി പുള്ളിയുടെ അയൽവക്കത്തുകാരനാണ്. ചേട്ടാ, അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇവിടെ അറസ്റ്റിലാവുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്? പരിചയമുള്ള ആളായിരുന്നു. ഇവിടെ നമുക്കത് വിശ്വസിക്കാൻ പോലും ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. കാരണം അങ്ങനെ ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല. തന്നെയല്ല, ഈ കേരളക്കാരനല്ലെന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞങ്ങൾ ആദ്യ സമയത്ത്. പുള്ളിക്കാരൻ തമിഴ്നാട് സ്വദേശിയായിരുന്നായിരുന്നു അല്ലേ? തമിഴ്നാട് സ്വദേശി അങ്ങനെ എന്തോ ആയിരുന്നെന്നാണ് നമ്മളൊന്നിങ്ങനെ കേട്ടിരിക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പം നമ്മുടെ അടുത്ത് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഒരു പ്രശ്നത്തിനോ അങ്ങനെ മറ്റു രീതിയല്ലോ, ഇച്ചിരി വെള്ളം കുടിക്കും, അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ എത്ര വർഷമായിട്ട് പുള്ളി? ഞാൻ തന്നെ ഇവിടെ കട തുടങ്ങിയിട്ട് ഒരു 31 വർഷമായി. അന്നേരം തൊട്ട് എനിക്കറിയാം. എനിക്കറിയാവുന്ന ആളാണ്. ഒരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം അങ്ങനൊരു ഈയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരാളെന്നോ അല്ലെങ്കിൽ ഈയുടെ ഉള്ളിൽ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്ത ആളാണെന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ലെന്നേ, പുള്ളി ഇച്ചിരി ആകെപ്പാടെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം കഴിക്കുമ്പോൾ ഒരു അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെയൊന്നും ആരോടൊന്നും പറഞ്ഞായിട്ടൊന്നും എനിക്കറിയില്ല. പിന്നെ വീട്ടിലൊക്കെ ഇച്ചിരി എന്തോ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അല്ല, ഇവിടെ വീട്ടിലെന്തോ ഇങ്ങനെ വൈഫുമായിട്ടൊക്കെ എന്തോ, അത് എല്ലാ വീട്ടിലും ഉള്ളതല്ല. ഒരു പ്രശ്നമുള്ള ആളല്ലായിരുന്നു. അയാളുടെ ഭാര്യയുടെ
അവിടെ കുടുംബ വീടുണ്ടോ, ലക്ഷം വീടെന്ന് പറയും ഇവിടെ, ലക്ഷം വീട് അവിടെയായിരുന്നു. അവിടെ തന്നെ 2 പിള്ളേരും ഉണ്ട് പുള്ളിക്ക്. അപ്പം അവിടുന്ന് വന്നിട്ട് ഇവിടെ കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു? അല്ല, അങ്ങനെയല്ല, ഇവിടെ വന്നിട്ട് ഇവിടെയാ കല്യാണം കഴിച്ചു, ഇവിടുന്നാ കല്യാണം കഴിച്ചത്. ഇവിടുന്ന് കുടുംബമായിട്ട് ഇങ്ങോട്ട് വന്നതല്ല, അയാൾ ഇവിടെ വന്ന് കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കാമെന്നാണ് അറിവ്. അപ്പം ഞങ്ങൾക്ക് അന്നേരം തൊട്ടുള്ള പരിചയമുള്ളൂ. ഇങ്ങനെയാണല്ലോ തെങ്ങേലൊക്കെ കയറും. അപ്പം ഇവിടെയൊക്കെ കൂടുതൽ തെങ്ങുള്ള ഏരിയ ആണല്ലോ. തെങ്ങ് കയറി. അപ്പോൾ ആ തെങ്ങ് കയറും. അപ്പോഴത്തേക്ക് അത് കാരണം പുള്ളിനെ എല്ലാവരും അറിയും. കാരണം തെങ്ങ കയറാൻ വേണ്ടി എല്ലാവരും വിളിക്കുമല്ലോ. ഞാനും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരിചയം, അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ആളിവിടെയുള്ള ആളാണല്ലോ. എനിക്ക് കുറച്ചുകൂടെ അടുത്ത് പരിചയമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെയൊക്കെ ചായ കുടിക്കാനും ഒക്കെ വരുമായിരുന്നു പുള്ളി? എൻ്റെ അടുത്ത് മരുന്ന് മേടിക്കാനും എല്ലാം വരുമായിരുന്നു. എല്ലാത്തിനും വരുമായിരുന്നു. തീർച്ചയായിട്ടാണ് ഇങ്ങനെ അവിടെ മെഡിക്കൽ കോളേജ് കിടക്കില്ലായിരുന്നു. ആ നാട്ടുകാരുടെ 2 അവിടെ ഒരു പരിചയപ്പെട്ടപ്പോൾ ആ നാട്ടുകാരെന്നുള്ള രീതിയിൽ ക്ലോസ് ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം വെളിയിൽ പോയി. അവർ പിന്നെ കൊടുക്കേണ്ടത് ന്യൂസ് കൊടുത്ത് അങ്ങനെ പോലീസ് അങ്ങനെയാണ് പിടിയിലായത്. ഇവിടെ ഇപ്പം പുള്ളിക്കാരൻ സ്ഥിരം ആളായിരുന്നു, നാട്ടുകാരനെ പോലെ തന്നെ ആയിരുന്നു. അതെ, കുഴപ്പമൊന്നുമില്ല. പാവം അന്നിങ്ങനെ സംഭവം നടന്നു, അത് ആവശ്യമായിട്ട് നടന്നു പോയെന്ന് മാത്രമല്ലാണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല പുള്ളിക്ക്. പിന്നീട് അങ്ങനെ ആരോട് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ തന്നെയായിരുന്നു. ഇവിടെ വരും, വീട് മേടിക്കാൻ വരും. ഇവിടെ ചായ കുടിക്കാനോ? ചായയൊന്നും കുടിക്കാൻ പറ്റില്ല, അത് കള്ളേ കുടിക്കുള്ളൂ. അങ്ങനെയുണ്ടല്ലോ കുറേ ആൾക്കാർ. അപ്പം പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് പ്രതീക്ഷിച്ചില്ല. അതെ, ആർക്കും അറിയത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ ഏകദേശം 30 വർഷത്തോളം ആയി. 30 അല്ല, 35, 37 പ്രായമുള്ള 2 മക്കളുണ്ട്. ഒരാണും ഒരു പെണ്ണും. അതുങ്ങളൊന്നും അറിയാതെയാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്. അല്ല എന്നാ പറയാം. പുള്ളിയുടെ ഇപ്പം നമ്മൾ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഇതായിപ്പോയി. നമ്മളിങ്ങനെ അയാളെ പറ്റി ഇങ്ങനെ വിചാരിക്കാറില്ലല്ലോ. ഇവിടെ നമ്മൾ എല്ലാവരും സൗമ്യനാണ്. പിന്നെ വീട്ടിൽ ചില വെള്ളാടിയൊക്കെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നാട്ടിൽ ഇവിടുത്തെ ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇവർ ഭാര്യ ഭർത്താവുമായിട്ട് വീട്ടിലെന്തോ പ്രശ്നം, പുള്ളി അവിടെ ചെന്നപ്പം വെള്ളാടിയും കഴിഞ്ഞുള്ള ഇതേ ഉള്ളൂ. അല്ല നമ്മൾ ഇവിടെ നിന്ന് നാട്ടുകാരുമായിട്ടേ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പം അതാണ് പുള്ളിയെ പറ്റി. പുള്ളി ഇവിടെ സ്ഥിരം പരിചയക്കാരനായിരുന്നു. ഇവിടെ സ്ഥിരം ഇപ്പം നമ്മളിവിടെ ലക്ഷ്യമിട്ട് താമസിക്കാൻ വന്നിട്ട് 33 വർഷമായി. അപ്പം അവർ അതിനു മുമ്പ് പുള്ളി തീപ്പെട്ടി കമ്പനിയിലും തേങ്ങയിലും അങ്ങനെ കാര്യങ്ങളായിട്ടാണ് നടന്നിരുന്നത്. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഏകദേശം 33 വർഷമായി ഇവിടെ. നമ്മളിവിടെ നേരത്തെ ചെറുപ്പത്തിൽ തൊട്ടേ പരിചയം? നേരത്തെ നമ്മുടെ ഇവർ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ SNDPയുടെ കുടുംബ യൂണിറ്റിൽ അംഗമാണ്. അപ്പം ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലാണ് പുള്ളി ഉള്ളതാണ്. അപ്പം നമ്മൾ കുടുംബ യൂണിറ്റിലൊക്കെ വരുമ്പോൾ പുള്ളി നല്ല ഡീസൻ്റാണ്. ഇങ്ങനെയൊരു നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. പോലീസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ആളാണ്. അതെ, നമുക്ക് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയാൻ മേലെ എന്നെങ്കിൽ തന്നെയും നമുക്കതൊരു ഞെട്ടൽ തന്നെ തീർച്ചയായിട്ടും അതിനെപ്പറ്റി. പുള്ളിയെപ്പറ്റി നല്ല അഭിപ്രായമാണ്. പുള്ളി വീട്ടിൽ വെള്ളം കുടിച്ച വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മളെ ബാധിക്കുന്നത്. ഇവിടെ വന്ന ഷാപ്പുകാർക്ക് കുപ്പി കഴുകും. അതുപോലെ അപ്പുറത്തെ കറിക്കച്ചവടം ഉണ്ട്, അപ്പോൾ അവർക്ക് പ്ലേറ്റ് വെക്കുകയൊക്കെ ചെയ്യുന്ന നല്ല രീതിയിലുള്ള. പിന്നെ പുള്ളിക്ക് നിവൃത്തിയില്ലാകുമ്പോൾ കള്ളു കുടിക്കാൻ മാർഗ്ഗം ചിലപ്പോൾ 1-2 കയറും, ചില കള്ളു കുടിക്കും. പിന്നെ ആരും പിള്ളേർ വല്ല എന്തെങ്കിലും പ്രയോഗിച്ചാൽ ഒച്ചം വേണം. പിന്നെ അന്നേരം തീർന്നു, പിന്നെ ഇല്ല, ആൾ പഞ്ചപാവ. പിന്നെ പുള്ളി അവിടെ വല്ല കൊലപാതകം ചെയ്ത് വന്ന പ്രതിയാണ് ഞങ്ങൾക്കറിയാൻ പറ്റില്ല. ഇവിടെ അറിയപ്പെടുന്നത് രാജൻ എന്നാണ്. പക്ഷേ ആ പേപ്പറിലൊക്കെ വന്നപ്പോൾ മോഹനപിള്ള എന്നായിപ്പോയി. നമുക്കറിയാൻ പറ്റില്ലായിരുന്നത്. ഇങ്ങനത്തെ ഒരാളാണ്. 39 വർഷമായില്ല ഇവിടെ വന്നിട്ട്. 39 വർഷം കഴിഞ്ഞ സംഭവമാണ്. നമ്മുടെ ഒന്നും ഒരു മോശമായിട്ടൊന്നും ഇവിടെ പെരുമാറിയിട്ട് നല്ല രീതിയിലുള്ള ഇതാണ്. പുള്ളി ഇത്ര നാൾ ഇത് ഒളിപ്പിച്ച് ആ ഭാര്യനെയും പിള്ളേരൊക്കെ പറ്റിച്ച്. പുള്ളിയുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ സ്വഭാവം കള്ളു കുടിച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ അരമ്പും ബഹളം കാരണം സൈ കെട്ടിട്ടാണ് അവർ ഭാര്യ കൊണ്ട് പോറ്റാൻ കേസ് കൊടുത്ത് പോലീസുകാർ വന്നിട്ട് 2-3 പ്രാവശ്യം ഇട്ട് പിടിച്ചിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പുള്ളിനെ രാത്രി പിടിച്ചത്. 3 ദിവസം മുമ്പ് പോലീസുകാർ വന്നത് 3-4 കിലോമീറ്ററിലാണ് പിടിച്ചത് പോലീസുകാർ. അത് രാത്രി കഷ്ടപ്പെട്ട് ഒരു യൂണിഫോം മാറി വന്ന് വണ്ടിയൊക്കെ മാറ്റിയിട്ടിട്ടാണ് വന്ന് തപ്പിപ്പിടിച്ചത്. പിന്നെ പുള്ളിക്കാരനെ ഇവിടെ സ്ഥിരം ജോലിക്കാരനാണോ താൽക്കാലികം? ഇല്ല, പുള്ളി ഇവിടെ സ്ഥിരം യൂണിയനൊന്നുമില്ല. പുള്ളി ഇവിടെ ഇവർ കുപ്പിയാൻ ഇവിടെ ആളില്ല വരുമ്പോഴത്തേക്ക് പകരത്തിന് കുപ്പി കഴിയാനായിട്ട് വിളിക്കുന്നതാണ്. ഒരു അപ്പുറം കറിക്കാരന് അവിടെ ചിലപ്പം രാവിലെ ചില കപ്പ പൊളിച്ച് കൊടുക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ വെച്ചു അതിനോട് ചില്ലറ കിട്ടും. വെള്ളം കൂടി പുള്ള വടച്ചനും കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി അതിന് ചെയ്യുന്നത്. അത് രാവിലെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഉള്ള പരിപാടി ചെയ്യും. പിന്നെ വല്ല പ്ലേറ്റ് കഴുകും, വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ ആ ശമ്പളം അവരുടെ മനുമിൻ്റെ ശമ്പളം കൊടുക്കും. അത്
ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഷാപ്പിലെ ഓണർ വരെ പണിയുന്നുണ്ട്. അതിൻ്റെ ശമ്പളം കൃത്യമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ ശമ്പളവും കൊടുക്കും. 3-4 പ്രാവശ്യം കുപ്പി കിട്ടും. ആ 4 പ്രാവശ്യം കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ശമ്പളം കൊടുക്കും. പക്ഷേ വളരെ ഒരു പ്രശ്നം ഷാപ്പുകാരുമായിട്ടൊക്കെ പറ്റാൻ നല്ല ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആളാണ്. ഞാനിവിടെ അങ്ങനെ 14 വർഷമേ ഉള്ളൂ. 14 വർഷമേ അപ്പം തൊട്ട് അറിയാവുന്ന ആളാണ്. അന്നാലും മുതൽ അറിയാവുന്ന എന്നാ പ്ലാനും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് പുള്ളിയെ ചെയ്യുകയും ചെയ്യും. സഹായം ഒരു ദയ്യാക്കാരൻ വിളിച്ചുകൊണ്ട് പോയാൽ ചെയ്തു കൊടുക്കും. അങ്ങനൊരു മനുഷ്യനാണ്. ഒരു കുഴപ്പമില്ല. വീട്ടിലെ പ്രശ്നക്കാരൻ എത്തിയ പൊങ്ങാക്കാരൻ അല്ല പൊങ്ങിയല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കേസ് കൊടുത്തതല്ല പൊങ്ങാക്കാരൻ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 വർഷമായുള്ളൂ. ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് എനിക്കറിയാം, നാട്ടിൽ നമുക്ക് അറിയാവുന്ന ആളാണ്. പക്ഷെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് പിന്നെ നാട്ടിലെല്ലാം പൊതുവേ ഒരു നല്ല അഭിപ്രായം പുള്ളീനെ പറ്റി. വേറെ അങ്ങനെ മോശമായിട്ട് പിന്നെ കഴിച്ച് കഴിയുമ്പോൾ ഇച്ചിരി വീട്ടിൽ ചെന്ന് ഇച്ചിരി പ്രശ്നം ഉണ്ടാകുമെന്നുള്ളൂ. അല്ലാതെ നാട്ടിലാർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെയാണെങ്കിലും ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ കുപ്പി കഴിയുന്ന ആളില്ലാതെ വരുമ്പം അത്യാവശ്യം ഒന്ന് സഹായിക്കാനൊക്കെ ആയിട്ട് രാവിലെ വന്ന് സഹായിക്കും. അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഒരു 2 മണിക്കൂറത്തെ കേസ് ഒന്ന് കുപ്പി കഴിയും പോവും. പുള്ളി അതിന് കള്ളു കുടിച്ചും പോവും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നമുക്കാർക്കും ഒരു പ്രശ്നമോ അല്ല നാട്ടുകാരുമായിട്ടോ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ടൊന്നും അറിയാൻ പാടില്ല. പിന്നെ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ വീട്ടിൽ ചിലപ്പം ചെന്ന് മദ്യപിച്ച് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്ന്. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. നല്ലൊരു അഭിപ്രായം പുള്ളീനെ പറ്റി. ആർക്കും എല്ലാവരും ഞെട്ടിപ്പോയില്ലേ. കാരണം ഇങ്ങനെ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പാടില്ല. ആളെ കണ്ടാലും ഒന്നും പറയുകയല്ല. അതുപോലത്തെ ഒരു പഞ്ചഭാവ മനുഷ്യനാണ്. ചെറുപ്പത്തിൽ ചെയ്ത ഒരു ആയിരിക്കാം. അതിപ്പോൾ നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഇവിടെ വന്നു 40 വർഷം മുമ്പ് വന്നാന്ന് പറഞ്ഞു. ഇവിടെ ഒരാളെ വിവാഹം കഴിച്ചു. അല്ലാതെ എവിടുന്ന് വന്നെന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. ഇവിടെ ഈ തമിഴ്നാട്ടുകാരനാണെന്ന് പറഞ്ഞായിരുന്നത് എല്ലാവരും. കാരണം പണ്ട് ഇവിടെ ഈ കണ്ടത്തിലൊക്കെ പണിക്ക് വന്നാൽ പിന്നെ ഇവിടെ തൊട്ടപ്പുറത്തൊരു മില്ലുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നെല്ല് പുഴുങ്ങാനൊക്കെ ആയിട്ട് നിന്ന് സഹായിയായിട്ട് നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ തെങ്ങുകയറ്റം ഉണ്ടായിരുന്നു. തെങ്ങുകയറ്റമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. പിന്നെ ഇടയ്ക്കൊന്ന് എന്തോ ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് പുള്ളി അങ്ങനെ തെങ്ങ് കയറാൻ അധികം പോകുന്നില്ല. 1-2 തെങ്ങ് പുള്ളിക്ക് മദ്യപിക്കാനുള്ള രീതിയിലുള്ള കാശ് കിട്ടുമ്പോൾ പുള്ളി പരിപാടി നിർത്തും. വീട്ടിൽ വേറെ ഒന്നുമില്ല. പിന്നെ പണിയൊന്നും ഇല്ലെങ്കിൽ പുള്ളി വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. വീട്ടിൽ തന്നെ ഇരിക്കുകയുള്ളൂ. ഷാപ്പിൽ പോലും വരികയില്ല. അങ്ങനെ ഒരു ശീലമാണ്. കാരണം മദ്യപിക്കാനുള്ള പുള്ളി 1 ഗ്ലാസോ 2 ഗ്ലാസ് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ പുള്ളിക്ക് കൂടുതൽ പൈസ കിട്ടിയ പുള്ളി ബീവറേജിൽ പോയി സാധനം മേടിക്കും. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് അടിക്കുകയുള്ളൂ. ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല. പിന്നെ തമാശയൊക്കെയാണ്. ഇവിടെ വന്ന് ചുമ്മാ ഇരുന്ന് എല്ലാവരുടെ കൂടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയും. അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ വേറെ അലമ്പൊന്നുമില്ല എന്നുള്ള ധാരണയിലാണ് എല്ലാവരും ഇരുന്നത്. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവർ വേളാങ്കണ്ണിയിൽ ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ പണ്ട് ഈ പളനിക്കും വേളാങ്കണ്ണിയൊക്കെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നല്ലോ ഈ വെക്കേഷൻ ടൈമൊക്കെ. അങ്ങനെ എന്തോ പോയപ്പോൾ അവിടെ വെച്ച് ഈ പുള്ളി ഗൈഡായിട്ട് എന്തോ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പുള്ളിക്ക് ഭാഷ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് അറിവുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഇവരോട് സംസാരിച്ചു. പിന്നെ അങ്ങനെ ഇവിടെ വന്നു ഇവരെ വീണ്ടും പരിചയപ്പെട്ടു. അങ്ങനെ വിവാഹം ആലോചിച്ച് തന്നെ കെട്ടിയതാന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മുടെ ചെറുപ്പക്കാരായിട്ട് നമുക്കതിനെപ്പറ്റി എത്ര കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അല്ല, ഒരു പോലീസുകാരൻ യൂണിഫോമിലുണ്ട്. ബാക്കി 2 പേര് യൂണിഫോം ഇല്ലാതെ. ഇവൻ ഓടിപ്പോയി. കാരണം ഇവൻ്റെ അവിടെ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങോട്ടുണ്ട് ഞങ്ങളുടെ മുറ്റത്തേക്ക്. ആ ലൈറ്റേ കാണാം. അവിടെ നിന്ന് നോക്കി എത്ര ആ ഷാപ്പിൻ്റെ അത്ര അകലമുണ്ട് വീട് തമ്മിൽ. നമ്മുടെ വീട് തമ്മിൽ അത്രേ ഉള്ളൂ. ഇതൊക്കെ അവൻ കണ്ട് അവൻ ഓടി 8-8:30 ആയിട്ടുണ്ട്. ഇവിടെ കിട്ടിയില്ല. അവരങ്ങ് പോയി. അതിൻ്റെ പിറ്റേ സർക്കിളും പാർട്ടിയൊക്കെ രാത്രി ഒരു 7 പ്രാവശ്യം വന്നു. 7 പ്രാവശ്യം വന്നേച്ച് പോയി. അതും കിട്ടിയില്ല. അത് കഴിഞ്ഞ് അന്ന് മറ്റേ അതിൻ്റെ പിറ്റേ ദിവസമായിട്ടാണ് കിട്ടിയത്. അവിടെ മെഡിക്കൽ കോളേജ് ചർച്ച ചെയ്തത്. ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ നടത്തിയായിരുന്നു. ഇല്ല കണ്ടൊന്നുമില്ല. ഓടിപ്പോയതിങ്ങനെ അടുത്തടുത്തൊക്കെ വീടിരിക്കുന്നത്. മനസ്സിലായി. ഈ വീട് തമ്മിൽ 2 മീറ്റർ 3 മീറ്റർ അകലേ ഉള്ളൂ. അങ്ങനെ രാജൻ എന്ന വ്യാജപ്പേരുള്ള മോഹൻപിള്ള എന്ന കൊലക്കേസിലെ പ്രതിയുടെ ഒളിവ് ജീവിതം കല്ലറയിലെ 39 വർഷങ്ങൾക്ക് ശേഷം പോലീസ് പിടിയിലായതോടെ അവസാനിച്ചിരിക്കുകയാണ്. കേസിലെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഞെട്ടലോടെ കാത്തിരിക്കുന്നത്.